കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സഖറിയാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തെക്കുറിച്ചും അവരുടെ മടങ്ങിവരവിനെക്കുറിച്ചും പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ പറയുന്നത്? പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, പ്രത്യാശയുള്ള ബദ്ധന്മാർ. 2, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. 3, ഞാൻ നിനക്ക് ഇരട്ടിയായത് തരും. അപ്പം ബദ്ധന്മാരാണെങ്കിലും പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ പ്രത്യാശയുള്ളവരാണ്, അല്ലേ? ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യാശയുള്ളവരല്ലേ? ആണ്. രോഗത്തിലും കഷ്ടത്തിലും സാമ്പത്തിക തകർച്ചയിലും ശൂന്യതകളിലും സ്തോത്ര മാനസിക ക്ലേശങ്ങളിലുമൊക്കെ, അല്ലെങ്കിൽ കഷ്ടതയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുന്ന അനേക വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ? ഞാനും നിങ്ങളൊക്കെ അതിലൊരു രക്ഷപ്പെടുന്നവരായിരിക്കും. ഈ കഷ്ടതയിലായിരുന്നിട്ടും നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്തുവാണ് അത്? നമ്മുടെ മടങ്ങി വരവാണ്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, 42-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ സ്തോത്രം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പം വിഷാദം അല്ലേ? ഈ കാലഘട്ടത്ത് ഈ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്ലേശമാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളല്ലേ? പലയിടങ്ങളിൽ സമ്പത്തിന് കുറവില്ല, വിദ്യാഭ്യാസത്തിന് കുറവില്ല, ജോലിക്ക് കുറവില്ല, സൗന്ദര്യം, ആരോഗ്യം എല്ലാം ഉണ്ടെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട്, ഇല്ലെങ്കിൽ മനസ്സിലെ വിഷമങ്ങൾ കൊണ്ട് പലപ്പോഴും തകർന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഒരു നിമിഷ നേരം കൊണ്ട് സൂയിസൈഡിലേക്ക്, ആത്മഹത്യകളിലേക്കും, ഇല്ലെങ്കിൽ മറ്റ് അപകടകരമാകുന്ന രോഗങ്ങളിലേക്കും വഴിതിരിക്കും വിധത്തിൽ ഇന്നത്തെ ഈ ഡിപ്രഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അപ്പം അവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി പറയുന്നത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ എന്തിനാണ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഏത് കഷ്ടതയിൽ കടന്നാലും, ഏത് പ്രതിസന്ധിയിൽ കടന്നാലും, ഏത് രോഗം നിന്നെ അലട്ടിയാലും സ്വർഗം നിന്നെ നിശ്ചയമായി തിരികെ കൊണ്ടുവരും. അതുകൊണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരാണെങ്കിലും നിങ്ങൾ പ്രത്യാശയുള്ളവരാണ്. അടുത്ത് പറയുന്നു, കോട്ടയിലേക്ക് മടങ്ങി വരും. എന്തുവാണ് ഇവിടെ ഈ കോട്ട എന്ന് പറയുന്നത്? 18-ാം സങ്കീർത്തനം വായിക്കുന്ന, യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ പാറ, എൻ്റെ കോട്ട എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ, അല്ലേ? അപ്പം ദൈവമാണ് നമ്മുടെ കോട്ട എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതിലേക്ക് മടങ്ങി വരും. 3-ാമത്തെ കാര്യം പറയുന്നു, ഞാൻ നിനക്ക് ഇരട്ടിയായി തരുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം. 1, ദൈവം നമ്മളെ പ്രത്യാശയുള്ള ബദ്ധന്മാരെ നിങ്ങൾ മടങ്ങി വരുവിനെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് ഇരട്ടിയായി തരുവാൻ തക്കവണ്ണം ഇടയാവും. യോബിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, സ്തോത്രം, ഹല്ലേലൂയ. സമ്പത്ത് നഷ്ടപ്പെട്ടു, സകലതും കൈവിട്ടുപോയി, ശരീരം നിർജീവമാകുന്ന അവസ്ഥയിലേക്ക് വഴിമാറിയെങ്കിലും അവൻ ദൈവത്തിലുള്ള പ്രത്യാശ അവൻ കൈവിടാത്തത് കൊണ്ട് തന്നെ സ്വർഗം അവന് സകലതും ഇരട്ടിയായി നൽകുവാൻ തക്കവണ്ണം ഇടവന്നു. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട് എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കുന്ന പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.